വേഗനാർ PXI ഓപ്ഷൻ സ്വിഫ്റ്റ് പെട്രോൾ ആണ്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അടുത്തും സെലോറിയാണ്. 2014. അപ്പോൾ അടുത്ത വണ്ടി ഇഗ്നിസ് ഹോണ്ട സിറ്റി ഡീസലാണ്. VXI സിംഗിൾ ഓണർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓഫർ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓഫർ കൊടുക്കാനുള്ള വണ്ടി ഉണ്ടല്ലോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2016 LXI എർട്ടിഗ ഡീസൽ. കുറച്ച് പാടാണ് ഇപ്പോൾ കിട്ടാനല്ലേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റ് കാറിൻ്റെ ഒരു പുതിയ ഷോറൂമാണ്. നല്ല വണ്ടികൾ, ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിയാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാറശാല ചെറുവാരക്കോണം സ്ഥലത്താണ്. പാറശാല കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. ട്രിവാൻഡ്രം പാറശാല ചെറുവാരക്കോണം. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുടെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മുടെ മുജീബേട്ടനുണ്ട്. ചേട്ടാ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണല്ലേ വരുന്നത് ചാനലിൽ? ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം മുമ്പ് വീട്ടിലായിരുന്നു സെയിൽ, ഇപ്പം ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാമല്ലോ വണ്ടികൾ? ഉണ്ടല്ലോ, മാക്സിമം വില കുറച്ച് കൊടുക്കാമല്ലോ. മാക്സിമം വില കുറച്ച് കൊടുക്കാനുള്ള വണ്ടികളെല്ലാം കിടപ്പുണ്ടല്ലോ. മാക്സിമം വില കുറച്ച് കൊടുക്കാം. നമ്മൾ ലോൺ ഏത് വർഷം വില കൊടുക്കുന്നത്? നമുക്ക് ലോണ് 2012 മുതൽ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? കറക്റ്റ് സ്ഥലത്തിന്റെ? ഇത് നമ്മളെ ഷോപ്പിരിക്കുന്നത് പാറശാല ചെറുവാരക്കുണം, തിരുവനന്തപുരം ജില്ലയിൽ പാറശാല ചെറുവാരക്കുണം എന്ന് പറഞ്ഞു. കാരക്കോണത്തിന് അടുത്തായിട്ട് വരും അല്ലേ? അല്ല, ചെറുവാരക്കുണം, പാറശാല ചെറുവാരക്കുണം. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. മുജിബേട്ട നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ? ഓഫർ കൊടുക്കാനുള്ള വണ്ടി ഉണ്ടല്ലോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2016 LXI ഓപ്ഷനാണ്. ആൾട്ടോ 800 ആണ്. ആൾട്ടോ 800 LXI. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണോ? സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ, ഓൾട്ടോ LXI 2016 വണ്ടി. 16 വണ്ടി അല്ലേ? 16 വണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വില വരുന്നത്? ഇത് ലാസ്റ്റ് നമുക്ക് 210 കൊടുത്തേക്കാം. 210 കൊടുത്തേക്കാം. 2016 വണ്ടി. ഓക്കെ, 210. ചെറുതായിട്ടെങ്കിലും കുറയ്ക്കാനുണ്ടോ? ചെറിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്തിരിക്കും. കുറച്ചുകൂടി ചെയ്തിരിക്കും. ഓക്കെ, എന്നാലേ അപ്പോൾ എന്നാലും കുറച്ച് പറഞ്ഞ പ്രൈസ് അല്പം നെഗോഷ്യബിൾ ആണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോൺ എത്ര കയറും? നമുക്കിത് 2 ലക്ഷം രൂപ ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നെഗോഷ്യബിൾ ആയതുകൊണ്ട് ഒന്ന് പൈസ, പക്ഷേ കുറച്ച് പൈസ അടച്ച വണ്ടി എടുക്കാം. തീർച്ചയായിട്ടും. സെലോറിയോ 2015 വണ്ടി. 2015. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, ടയറൊക്കെ 4 പുത്തൻ ടയർ. നല്ല ടയർ ഉണ്ട് കേട്ടോ. അപ്പോൾ 4 പുത്തൻ ടയർ. പുത്തൻ ടയറാണ് കേട്ടോ. ഓക്കെ, 4 ടയർ പുത്തൻ ടയർ അല്ലേ? 4 പുത്തൻ ടയർ. ഓക്കെ, സ്ക്രാച്ച് ഉണ്ടോ കാര്യങ്ങളൊന്നും? ഒന്നുമില്ല. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ക്ലീൻ കണ്ടീഷനാണ്. നല്ല സീറ്റ് ഓറൊക്കെ പുതിയ ചെയ്താന്ന് തോന്നുന്നു. എല്ലാം ചെയ്തത് പുതിയ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. VXI ഓപ്ഷനാണ്. ഓക്കെ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ള വണ്ടിയാണ്. സെലൂരാകുമ്പോൾ മൈലേജ് വന്നിട്ട് എന്തായാലും ഒരു 18 മേലെ മൈലേജ് കിട്ടുമല്ലോ. 20 മൈലേജ് കിട്ടുന്നുണ്ട്. സെലൂർ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. വേറെ ആക്സിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത് എത്ര കൊടുക്കാം? ഇത് 290 കൊടുത്തേക്കാം. 290 ചെറുതായിട്ടെങ്കിലും 285 കൊടുത്തേക്കാം. 285 കൊടുത്തേക്കാം. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഇത് 240 250 വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 2015 വണ്ടിയാണ്. 2015 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, വണ്ടി നീറ്റാണ്. 49 ഓടി കമ്പനി സർവീസ്. 49,000 കിലോമീറ്റർ. 49,000 കിലോമീറ്റർ കമ്പനി സർവീസാണ്. ടയർ കണ്ടീഷൻ ഒരു നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഒരു 80% ടയർ ഉണ്ട്. ഫ്രണ്ട് കുഴപ്പമില്ല. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സീറ്റ് ഫാബ്രിക് ആണ്. ഫുൾ കമ്പനി ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്കും വരുന്നുണ്ട് അല്ലേ? VXI ഓപ്ഷനാണ്. സ്ക്രാച്ച് ഉണ്ടോ കാര്യങ്ങളൊന്നും ഈ കണ്ടീഷനാണ്. ഓക്കെ, KL19 പാറശാല വണ്ടി അല്ലേ? 15 ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് നമുക്ക് എത്ര കൊടുക്കാം? ലാസ്റ്റ് 289 കൊടുത്തേക്കാം. ഓക്കെ, അതും ചെറുതായിട്ട് കുറയ്ക്കല്ലേ? 89 കൊടുത്തേക്കാം. ശരി, അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഇത് 2,000 രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 2,000 വരെ ഫിനാൻസ് കയറും. നല്ല പ്രൊഫൈലുള്ളവർക്ക് 2,000 രൂപ ഫിനാൻസ് കയറും. ശരി, അപ്പോൾ അടുത്തതും സെലോറി തന്നെയാണ്. എങ്ങനെ? അടുത്തും സെലോറിയാണ്. 2014 വണ്ടി. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 99 ഓടി
ഫുൾ കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. 99 കിലോമീറ്റർ ഫുൾ കമ്പനി ഫുൾ കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ടയർ 4 പുത്തൻ ടയർ. 4 പുത്തൻ ടയർ. ഓക്കെ, വണ്ടി നീറ്റ് ആണ്. സ്ക്രാച്ച് ഒന്നുമില്ല. ഒന്നുമില്ല ചേട്ടാ. ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സർവീസ് എങ്ങനെയാണ്? പുറത്താണോ കമ്പനിയാണോ? ഫുൾ കമ്പനി സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഫുൾ കമ്പനി സർവീസ്. ഒരു കളറും വെറൈറ്റി കളറാണ്. VX ആണ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. നീറ്റ് കണ്ടീഷൻ കിടപ്പുണ്ടല്ലേ വണ്ടി? ഇത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റും, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രെച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അക്സറീസ് തന്നെ ഒരു 30 രൂപയ്ക്ക് മുകളിൽ അക്സറീസ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്ക് ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേരിയന്റ് VX ആണ് വരുന്നത്. VX. ഓക്കെ. അപ്പോൾ വേറെ ആക്സസറി റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എത്രയ്ക്ക് കൊടുക്കാം? 285 കൊടുത്തേക്കാം. 285. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? 240, 230 ആ ഒരു അനുസരിച്ച് ഫിനാൻസ് കയറും. ചെറുതായിട്ട് കുറയ്ക്കാനുണ്ടല്ലേ? 280 കൊടുക്കാം. 80 കൊടുക്കാം. ശരി, ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ആൾട്ടോ തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2018 വണ്ടി. 2018 വണ്ടി. സെക്കൻഡ് ഓണറാണ്. ഓക്കെ. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കമ്പനി സർവീസ്. ആണ്. നോ റീപ്ലേസ്മെന്റ്. ആക്സസറി കാര്യം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. വണ്ടിയുടെ സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ടയറൊക്കെ നല്ല പുത്തൻ ടയറാണ്. പുത്തൻ ടയർ. 4 ടയറും കൊള്ളാം കേട്ടോ. ഓക്കെ. ഇന്ത്യയിൽ നോക്കുമ്പോൾ പുതിയ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. 2 ഡോർ പവറിന്റെ AC പോസ്റ്റ് സ്റ്റിയറിംഗ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. 18 വണ്ടി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ലാസ്റ്റ് 265 കൊടുത്തേക്കാം. 265 കൊടുത്തേക്കാം. ഫൈനൽ 265 കൊടുത്തേക്കാം. ഓക്കെ. 2018 വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. 265 വിട്ടേക്കാം. ലോൺ എത്ര കയറും? ഫുൾ ലോണും കയറും. അപ്പോൾ അടുത്ത വണ്ടി ഇഗ്നിസ്. 2018 വണ്ടി. 18 വണ്ടി. സെഡ് ഓപ്ഷൻ. ഓക്കെ. സീറ്റ് ആണല്ലേ ഓപ്ഷൻ വരുന്നത്? 2018 ഇഗ്നിസ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ചേട്ടാ. അപ്പം ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. കിലോമീറ്ററോ? 156 ഓടി. ഫുൾ ഹിസ്റ്ററി. കമ്പനി സർവീസ് വണ്ടിയാണ്. 156 ഓടി അല്ലേ? 150 മേജർ സർവീസും കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. 150 മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 80% ടയർ ഉണ്ട്. അലോയ്സ് വരുന്നുണ്ട്. കീലെസ് എൻട്രി പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ? പുഷ് സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. AC മാനുവലാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. പോറിന്റെ പോസ്റ്റ് സ്റ്റിയറിംഗ്, പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇഗ്നിസിന് നമ്മുടെ ഒരു 18 ആ റേഞ്ച് മൈലേജ് വരില്ലേ? 20 മുകളിലേ കിട്ടുള്ളൂ. 20 കൺഫേം ചെയ്യാം. നല്ല മൈലേജ് ഉണ്ട് ഇഗ്നിസിന്. നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. വേറെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. 150 മേജർ സർവീസും കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഫുൾ അപ്ഡേറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക് ഈ വെഹിക്കിൾ? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,35,000. 4,35. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. എന്നാലും കുറച്ച് ചെറുത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ. നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. മുജിബയുടെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസൽ. 2015 വണ്ടി. ഡീസലാണ്. ഓക്കെ. അത്യാവശ്യം 22-23 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും. വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? 3rd ഓണർഷിപ്പാ. കിലോമീറ്റർ 116. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. 116 കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ് വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജറെല്ലാം 116 മേജറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ? മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. വണ്ടി നീറ്റാണ്. നീറ്റ് വണ്ടിയാണ്. അലോയ്സ് വരുന്നുണ്ട്. ചേട്ടാ ഇത് വീഡിയോ ഇല്ല. അലോയ്സ് അഡീഷണൽ. അപ്പം ഇത് നമ്മൾ ഇസഡ് ഓപ്ഷന്റെ അലായല്ല നമ്മൾ കയറ്റിയ വണ്ടിയാണ്. അഡീഷണൽ കയറ്റിയ വണ്ടിയാണ്. ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. സൈഡ് മിറർ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇസഡിയിലോട്ട് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. ഫോർഡിന്റെ പോസ്റ്ററിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുതിയ സീറ്റ് ഓരോ ഫ്ലോർ മാറ്റ് കാര്യം കംപ്ലീറ്റ് ഇന്റീരിയലും ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ വന്നിട്ട് ഏതാണ്ട് 2 പുത്തൻ ടയർ. ബാക്ക് 2 ടയറും ആവറേജ് ടയർ. 60% ടയർ ഉണ്ടല്ലേ? അത്യാവശ്യം ഓടാം. 40,000 കിലോമീറ്റർ ഓടാം. എന്തായാലും പിന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് മിറർ ആക്കിയിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,30,000 രൂപ. 430. ഓക്കെ. ഇസഡി ആണ്. സോറി, VDA ആണ്. ചെറുതാ കുറച്ച് അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ലോൺ എങ്ങനെ കയറും? ഇതിന് ലോൺ മാക്സിമം ഒരു 3,000 രൂപ ലോൺ കയറും. ഓക്കെ. അപ്പോൾ അടുത്ത സാൻഡ്രോ.
കിടക്കാച്ചി വണ്ടി, കണ്ടീഷൻ വണ്ടി, കിടക്കാച്ചി വണ്ടി 2010 വണ്ടി, കണ്ടീഷൻ വണ്ടി അല്ലേ, 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ജെനുവിൻ കിലോമീറ്റർ, പുതിയ പേപ്പർ 2030 വരെ, 5 വർഷം പേപ്പർ ഉണ്ട്, 5 വർഷം പേപ്പർ. ഓക്കെ. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടി, സ്ക്രാച്ച് പോലും ഇല്ല, ഒന്നുമില്ല, നീറ്റ് കണ്ടീഷൻ, പെയിന്റ് എല്ലാം നല്ല നീറ്റ് ആയിരിപ്പുണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട്, 4 പുത്തൻ ടയർ, ഡെന്റ് ഇല്ല, ടയർ കണ്ടീഷൻ കൊള്ളാം. വണ്ടി വേറെ നീറ്റ് കണ്ടീഷൻ ഉണ്ടല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലെ, പറയാം കിടക്കാച്ചി വണ്ടി. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട് സോണിയുടെ, ഇതിനകത്ത് എ സിയും പവർ സ്റ്റിയറിംഗ് അല്ലേ, AC പവർ സ്റ്റിയറിംഗ് വണ്ടി. സാൻഡ്രോയ്ക്ക് മൈലേജ് 15 റേഞ്ച് പ്രതീക്ഷിക്കാം, 16 വരെ കിട്ടും, 16 കിട്ടും. ഓക്കെ. പിന്നെ കണ്ടീഷൻ വണ്ടി, അപ്പോൾ ഫുൾ കണ്ടീഷൻ വണ്ടി, സാൻഡ്രോ നോക്കുന്ന നല്ല ഓപ്ഷനാണ്, നീറ്റ് വണ്ടി. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാം? 10 ലാസ്റ്റ് നമുക്ക് 1.30 ഇട്ടേക്കാം, 1.30 ഇട്ടേക്കാം. 5 വർഷം പേപ്പർ ഉണ്ടല്ലേ, 5 വർഷത്തെ 2030 വരെ പേപ്പർ ഉണ്ട്. അതും വേറെ എടുത്തിട്ട് വേറെ കാര്യങ്ങളോ പണി ഒന്നും ചെയ്യണ്ട, സുഖമായിട്ട് ഓടിക്കാം. ഇത്രയും കിലോമീറ്റർ വേറെ പ്രശ്നമില്ല, ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ ഏട്ടാ, ശരി. മുജിബയുടെ അടുത്ത വണ്ടി സാൻഡ്രോ, അത് നല്ല നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2014 വണ്ടി, ഡിസംബർ സിംഗിൾ ഓണർ വണ്ടി, 14 ഡിസംബർ ആണ്, ഡിസംബർ വണ്ടി. ഓക്കെ. 2014 ഡിസംബർ, പക്ഷേ നീറ്റ് ആയിട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ല, ഗ്ലേസിംഗ് അങ്ങനെ ഇപ്പോണ്ടല്ലേ, ഒരു ഡോക്ടർ യൂസ് വണ്ടിയാണ്. നീറ്റ് ആട്ടോ, വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ, സ്ക്രാച്ച് ഇല്ല. ചേട്ടാ പെയിന്റ് ഒറിജിനൽ പെയിന്റിനാണോ? ഒറിജിനൽ പെയിന്റ്. നീറ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, കിലോമീറ്ററോ 91 ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, കമ്പനി സർവീസ് ആണ്, കമ്പനി ഹിസ്റ്ററി എടുത്ത് വെക്കാം. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഉണ്ട്. വണ്ടി നല്ല നീറ്റാണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇന്ത്യയിലൊക്കെ സീറ്റ് വരെ ചെയ്തിട്ടുണ്ട്, സീറ്റ് നല്ല ഫാബ്രിക്കാണ്, ഒരു അഡീഷണൽ ടവൽ ഇട്ടിട്ടുണ്ട്. അത് AC വരുന്നുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ, കീ സെൻട്രൽ ലോക്ക് ഉണ്ട്, ഉണ്ട്, കീ സെൻസർ സെൻട്രൽ ലോക്ക് വണ്ടിയാണ്. ഓക്കെ. 2014 ഡിസംബർ സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സാൻഡ്രോ. സാൻഡ്രോ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണല്ലേ, 2 വണ്ടി നല്ല വണ്ടികളാണ്, 2 കിടക്കാച്ച വണ്ടികളാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വില വരുന്നത്? ഇതിന്റെ പ്രൈസ് 220 കൊടുത്തേക്കാം. 220. 2014 ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് ഡിസംബർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് ലോൺ കയറില്ല 14 ഉണ്ട്, 2 ലക്ഷം രൂപ ലോണും കയറും, 2 ലക്ഷം ലോൺ കയറും, ലോൺ കയറും. ഓക്കെ. മുജിബയുടെ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി, ഡീസലാണ്. ഓക്കെ. മോഡൽ 2015 വണ്ടി, 15 വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. കിലോമീറ്റർ ആയി? കിലോമീറ്റർ 1.11 ഓടി, 1.7 വരെ കമ്പനി സർവീസ് വണ്ടിയാണ്, ഫുൾ കമ്പനി സർവീസ്, 1,07,000 വരെ കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ടയറൊക്കെ നല്ലൊരു 4 ഒരേ 80% ടയർ ഉണ്ട്, അത്യാവശ്യം ഓടൻ ടയർ ഉണ്ട്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും കമ്പനി സർവീസിനാണല്ലോ, ഫുൾ കമ്പനി സർവീസ്, 1,07,000 വരെ കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഹോണ്ടയുടെ ഒറിജിനൽ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ഇൻബിൽറ്റ് സീറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഇല്ല. ഓക്കെ. അപ്പോൾ ഹോണ്ട സിറ്റി ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, 20ന്റെ മുകളിലോട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്, അത്യാവശ്യം 20ന്റെ മുകളിലോട്ട്. ഹോണ്ടയാണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ഓടിക്കോളും, നല്ല ബീറ്റിംഗ് വണ്ടി. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ലാസ്റ്റ് നമുക്ക് 570 കൊടുത്തേക്കാം, 570 കൊടുത്തേക്കാം. ചെറുതായിട്ട് കുറയ്ക്കാൻ പറ്റുമോ? 5 നെഗോഷ്യബിൾ ആണ്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് മാക്സിമം ഇത് വണ്ടിക്ക് 15 വണ്ടിക്ക് വന്നിട്ട് 5 രൂപയ്ക്ക് മുകളിൽ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്, അങ്ങനെ അവരുടെ ട്രാക്ക് അനുസരിച്ച് അതിന്റെ പ്രൊഫൈലൊക്കെ അനുസരിച്ച് കയറും. ശരി. അപ്പോൾ അടുത്തത് വാഗണാർ PXI ഓപ്ഷൻ, 2020 വണ്ടി, 20, അതായത് പുതിയ ബിഗ് വാഗണറാണ്. ചേട്ടത് 1.2 ആണോ 1 ലിറ്റർ ആണോ? 1.2 ആണ്. 1.2 ആണ്. 47,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ലൈൻ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. അവർ ഒരേ വീട്ടിൽ തന്നെ ഒരേ അഡ്രസ്സിൽ മാറിയതാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ കമ്പനി സർവീസ് ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് കണ്ടീഷൻ ആണ് കേട്ടോ, ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റീയറിംഗ് കൺട്രോൾസ്, സീറ്റ് വർക്ക് സീറ്റ് ഗവൺമെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ, ടയർ ഒരു 90% 4 ഒരുപോലത്തെ ടയറാണ്, 90%. വേറെ സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ആക്സസറി കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇത് ലാസ്റ്റ് നമുക്ക് 485 കൊടുക്കാം. 485 കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? അപ്പോൾ 4,000 രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഇവിടെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് പെട്രോൾ ആണ്. ഓക്കെ. മോഡലോ? ഇത് 2018 വണ്ടി. 2018 വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 47,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസിന് ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ എല്ലാം 4 ഒരുപോലത്തെ ടയറാണ്, ഒരു 80-90% ടയറുണ്ട്. കുഴപ്പമില്ല, നീറ്റാണ്. 702 കൊല്ലം വേണ്ടി.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, നീറ്റാണ്, സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് സീറ്റ് അഡീഷൻ ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, കെൻവുഡിൻ്റെ സീറ്റ് വെച്ചിട്ടുണ്ട്, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഓക്കെ, ദൂരെ പോകുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഇത് വേരിയൻ്റ് LX ആണ് വരുന്നത്. LX വേരിയൻ്റ് ആണ്. ഓക്കെ, LX ആണ്, ദൂരെ പോകുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. പക്ഷേ കെൻവുഡിൻ്റെ സീറ്റ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ VX കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കമ്പനി വിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് ലാസ്റ്റ് നമുക്ക് 5-5 കൊടുക്കാം. 5-5. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ഒരു 4 രൂപ ഫിനാൻസ് കയറും. 4 രൂപ കയറും. അപ്പോൾ മുജിബയുടെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ VX 2021 ഉണ്ട്. VX 2021 ഉണ്ട്. 26,000 ഓടിയുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ട്രിവാൻഡ്രം വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞാൽ നമ്മൾ 26,000 ഓടിയുണ്ട്. ഓടിയിട്ടുള്ളൂ അല്ലേ? 26,000. കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ് ഉണ്ട്. നല്ലോക്കി. ഓക്കെ, സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഇതിനകത്ത് ഫോർഡർ പോറുണ്ട്, AC പോസ്റ്റർ, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക കമ്പനിയാണ്. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് 26,000. ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 655. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? നമുക്കിത് 6,000 രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. പിന്നെ അവരുടെ ട്രാക്ക് അനുസരിച്ചുള്ള എമൗണ്ട് കയറുള്ളൂ. ആ വാല്യൂഷൻ അനുസരിച്ച് കയറുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം വണ്ടി പക്ക കണ്ടീഷനാണ്, പക്ക വണ്ടി. 26,000 പുത്തൻ വണ്ടി എടുക്കുമ്പോൾ പുത്തൻ വണ്ടി നമ്മൾ എങ്ങനെ എടുക്കും അതുപോലെ തന്നെയല്ലോ എടുക്കാം. എർട്ടിഗ ഡീസൽ കുറച്ച് പാടാണ് ഇപ്പൊ കിട്ടാനല്ലേ? കിട്ടാൻ കുറവാണ്. നമ്മൾ തിരക്കി പിടിച്ച വണ്ടിയാണ്, തിരക്കി പിടിപ്പിച്ച വണ്ടിയാണ്. കാരണം എർട്ടിഗ ഡീസൽ ഒരു ഹൈബ്രിഡ് ആണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടും തീർച്ചയായിട്ടും. 24-25 മൈലേജ് പ്ലസ് ആണ്. ടോപ്പ് വണ്ടി. ഓക്കെ, അതൊരു അപൂർവമായിട്ട് ഇപ്പോൾ കിട്ടാനുള്ളൂ. എർട്ടിഗ ഡീസൽ ഹൈബ്രിഡ് ടോപ്പ് എൻഡ്. മോഡൽ ഏതാട്ടാ? 2016 10 മാസം വണ്ടി. 10 മാസം വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 130 ഓടി. കമ്പനി സർവീസ്, അപ്ഡേറ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, ഒരു സ്ക്രാച്ച് ഔട്ട് എൻ്റെ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് കണ്ടീഷൻ കേട്ടോ. ഇസഡ് ആണ് ടോപ്പ് എൻ്റെ വണ്ടി. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. 4 ടയർ ഉണ്ട് ഒരുപോലെ തന്നെയാണ് അല്ലേ? 4 ടയർ ഒന്നുമല്ലേ? ഓക്കെ, ഇസഡ് ആണ് കേട്ടോ. ഇസഡ് ടോപ്പിൻ്റെ ആണ്. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഫോർഡർ പോറുണ്ട്, AC പോസ്റ്റർ, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,35,000 രൂപ. 7,35. ഹൈബ്രിഡ് ആണ്? ഡീസലാണ്. ഓക്കെ, കിട്ടാനില്ല സാധനം, ഈ കാണാൻ കിട്ടാനില്ല. കിട്ടാനില്ല. അപ്പോൾ ഇതെങ്ങനെ? ഭയങ്കര ഓഫറാണ് ഇതിന്. ഇപ്പോൾ എങ്ങനെ ഫിനാൻസ് എങ്ങനെ കയറും? ഫിനാൻസ് ചെയ്ത് 6 ലക്ഷം രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 6 ലക്ഷം രൂപ ഫിനാൻസ് കയറും. കയറ്റി കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. ഇക്കോ സ്പോർട്ട് ഡീസലാണ്. ഡീസൽ ടൈറ്റാനിയം അല്ലേ? ടൈറ്റാനിയം ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. മോഡലോ? 2015 വണ്ടി. 15 വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ 1.3 ഓടി. 97 വരെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. കമ്പനി സർവീസ് തന്നെയാണ്? കമ്പനി സർവീസാണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ലൈനാണോ? തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, വണ്ടി കാണാൻ വൃത്തിക്കുണ്ട്, നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റാനിയം ടോപ്പ് ആണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, ഫോർഡർ പോറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? വണ്ടി. അപ്പോൾ ഇക്കോസ്പോർട്ട് ടൈറ്റാനിയം നല്ല മൈലേജും കിട്ടും, ഓടിക്കാൻ നല്ല രസമുള്ള വണ്ടിയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഫോർഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഡിമാൻഡ്. നമ്മൾ ഉറങ്ങാതിരുന്നാൽ മാത്രമേ അത്രയ്ക്ക് സുഖമാണ് ഈ വണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി. നല്ല കണ്ടീഷനാണ് വണ്ടി. നല്ല കണ്ടീഷൻ, ഫുൾ കമ്പനി സർവീസ് ഇരിക്കുന്ന വണ്ടിയല്ലേ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മുടെ പ്രൈസ് ഈ വണ്ടിക്ക് 5-15. 1 ലക്ഷം കഴിഞ്ഞ് മേജറെല്ലാം കഴിഞ്ഞാണോ? മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ പ്രൈസ് വരുന്നത്? 5-15 കൊടുത്തേക്കാം. ഫിനാൻസോ? 4 ലക്ഷം രൂപ ഫിനാൻസ് കയറ്റി കൊടുത്തേക്കാം. 4 ലക്ഷം ഫിനാൻസും കയറും. ശരി, ഇവിടെ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കോട്ട് അടുത്തൊരു വീഡിയോ കാണാം തീർച്ചയായിട്ടും. ഓക്കെ.